വന്ന് എ ഐ നമ്മുടെ തലേ കയറാൻ തുടങ്ങി അല്ല ബേബി. അപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് എ ഐ ക്യാമറ അനൗൺസ്മെൻറ്റ് ചെയ്ത കാര്യം അതുമായി നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം. സംഭവം ഒരു കോമഡി ആയിട്ടുണ്ട്. എനിവേ, നമ്മുടെ GPT എല്ലാവർക്കും നമ്മുടെ സംഭവമാണ് ChatGPT. നമ്മുടെ പേഴ്സണൽ യൂസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള GPT. നിങ്ങൾ വിചാരിച്ച കണ്ടന്റ് അതിൽ കിട്ടില്ല. ആ കണ്ടന്റ് അല്ല, നമ്മുടെ പേഴ്സണൽ യൂസിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ പഠനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ChatGPT അത് അനൗൺസ്മെൻറ്റ് ചെയ്ത അന്ന്, അതായത് മൂപ്പര് പുറത്തിറങ്ങിയ അന്ന് തന്നെ എന്തായിട്ടുണ്ട്, നമ്മുടെ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഗൂഗിളൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടേതായിട്ടുള്ളൊരു AI മോഡലും ഇതേ രൂപത്തിൽ വരുമെന്ന് വന്നിട്ടുണ്ട്. അത് കോപ്പിറൈറ്റ് എന്തായാലും ആദ്യം വന്ന ആൾ പുലിയാണ്, പിന്നെ വരുന്നവരൊക്കെ എത്ര ആയാലും അവരിതുണ്ടാവും. ആദ്യം ആരേക്കുന്ന വന്ന് അവരെപ്പോഴും പുലിയായിരിക്കും. എന്നിരുന്നാലും പക്ഷേ ഇവിടെ ഒരു ചെറിയ സംഭവം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മൈക്രോസോഫ്റ്റ് ബീങ് ചാറ്റ് AI മോഡലാണ് എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ മൈക്രോസോഫ്റ്റ് ബീങ് എന്നുള്ള ബ്രൗസർ നമ്മുടെ ലാപ്ടോപ്പിൽ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ കാണും. നമുക്കതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ GPT-4 എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് നിലവിലുള്ള ChatGPT 3.5 ആണ്. അതിൽ ഒരിക്കലും ഇമേജ് ജനറേഷനോ കാര്യങ്ങളൊന്നും കിട്ടില്ല, അതിന് ലിമിറ്റേഷനായിട്ടാണ് അതുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം മൈക്രോസോഫ്റ്റിൻ്റെ ബീങ് ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു AI മോഡലിൽ കിട്ടുന്നുണ്ട്. ഒരു രസകരമായ സംഭവം അതിപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഗൂഗിളിൻ്റെ ബാഡ് 21 മാർച്ച് 2023, അതായത് ഈ വർഷം കഴിഞ്ഞ മുമ്പത്തെ മാസം മാർച്ചിൽ റിലീസായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് ഒരുമാതിരി മറ്റോടത്തെ കഥായിപ്പോയി. ഇന്ന് ഇന്ത്യനൊരു കൊച്ചാക്കി. എന്നിരുന്നാലും മൈക്രോസോഫ്റ്റ് അത് ചെയ്തിട്ടില്ല. മൈക്രോസോഫ്റ്റ് ബീങ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഏപ്രിലാണ് മൈക്രോസോഫ്റ്റ് അത് റിലീസ് ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ മാസം റിലീസായി. ഇന്നിപ്പോൾ മെയ് 5, ഞാനിപ്പോൾ മെയ് 5 ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഏപ്രിലിൽ റിലീസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത് കിട്ടി. ഗൂഗിൾ തന്നിട്ടില്ല, എന്താ അറിയില്ല. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ GPT-4 വരാനുള്ള കണ്ടൻറ്റ് ഈ ബീങ് ചാറ്റ് എന്ന ഈ സംഭവത്തിൽ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലത് മാത്രം പറഞ്ഞാൽ പറയല്ലോ, പറയേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ChatGPT നമുക്കറിയാം, നമ്മൾ ചാറ്റ് ചെയ്യുന്ന സംഭവം അത് ഓർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആ മുമ്പ് ചാറ്റ് ചെയ്ത സംസാരിച്ച സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ആൻസർ തരുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. അല്ലാതെ നമ്മളിങ്ങനെ കുറച്ചങ്ങനെ ചോദ്യം ചോദിച്ച് അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചതിന് ശേഷം പിന്നെ മുമ്പ് എന്തായിരുന്നു പറഞ്ഞത് ആ ഒരു അവസ്ഥ ChatGPTക്ക് ഇല്ല. പക്ഷേ മൈക്രോസോഫ്റ്റ് ബീങ് ചാറ്റിന് ആ ഒരു സംഭവം ഉണ്ട്. എന്തായാലും അവരൊരു അപ്ഡേഷനിലൂടെ അത് പരിഹരിക്കും എന്നുള്ളതൊക്കെ. സംഭവം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ChatGPT ആണോ അതോ മൈക്രോസോഫ്റ്റിൻ്റെ ബീങ് ചാറ്റാണോ ഗൂഗിളിൻ്റെ ബാഡാണോ, ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ചങ്ങളെ നമുക്ക് ആ ബീങ്ങിൻ്റെ ചാറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഇന്ത്യയിൽ ഈ അടിയിലുള്ള ഈ ടെസ്ക് ബാറിൻ്റെ ഇവിടെ തന്നെ സംഭവം ഉണ്ട്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ബീങ്ങിൻ്റെ സെർച്ച് എഞ്ചിൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. നേരെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഡയറക്റ്റ്ലി ഇതിലേക്ക് കയറി വരും. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നല്ല അടിപൊളി UI ഡിസൈനിങ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അടിപൊളി ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. അതിന് ശേഷം നമുക്ക് നോക്കാം, ഇവിടെ അവരുടെ ആസ്ക് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഗെറ്റ് ബെറ്റർ ആൻസർ അവരുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞ 3 മോഡ് ഉണ്ടോ, ക്രിയേറ്റീവ് മോഡ്. ആയിമ്മ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എന്തിനുള്ളതെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ഇമേജ് ജനറേഷൻ, ഇൻഫോർമേറ്റീവ് ഫ്രണ്ട്ലി ചാറ്റ്, ബാലൻസ്ഡ് മോഡ് ആകുമ്പം, പ്രിസൈസ് ആകുമ്പോൾ എന്താണ് സ്ട്രൈറ്റ് ഫോർവേഡ് ചാറ്റ്, എന്തായാലും കൃത്യമായിട്ട് അറിയില്ല. അപ്പം അതിന് 3 മോഡിലുള്ളതാണ്. പിന്നെ ന്യൂ ടോപ്പിക്ക് കാര്യങ്ങൾ എല്ലാം കൊണ്ടും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും ഇവിടെ അവർ ഉപയോഗിച്ച രീതിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. പക്ഷേ വർക്കിംഗ് അത്ര കണ്ടീഷനിലല്ല, എന്നാലും റെഡിയോ. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ChatGPT vs ബീങ് ചാറ്റ്. അവരോട് തന്നെ ചോദിച്ചേക്കാം അത് ബെറ്ററാണ്. അവരവരെ പൊക്കി പറയുന്നുണ്ടോ കൊണയടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നെറ്റ് കുറച്ച് ഷോക്കാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പോരട്ടെ. റെഡി. ഇങ്ങനെ നമ്മൾ പ്രിസൈസ് മോഡിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എവിടെ സംഭവം പോയാ? ഇല്ല.
ChatGPT ആൻഡ് ബീങ് ചാറ്റ് ആർ മോർ ടു പോപ്പുലർ ചാറ്റ് ബോട്ട്സ്. രണ്ടും പോപ്പുലറാണെന്നൊക്കെ അവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതേപോലെ ഒന്ന് അടിച്ച് നോക്കിയപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിൽ എത്ര ലൈൻസ് പോവും, 150 ചാറ്റിംഗ് ആണ് വൺ ഡേ, അങ്ങനെയൊക്കെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലിമിറ്റേഷൻസ്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ അവർ ചാറ്റ് ചെയ്യുമ്പോൾ പറയുന്നത്. ആ മുകളിലെ ഇത് ലിമിറ്റേഷൻ അല്ലാതെ തന്നെ വേറെ ഉണ്ട് കുറച്ച്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി, അപ്പോൾ മനസ്സിലാവും. പക്ഷേ ഇവരുടെയൊക്കെ ഈ ബാഡിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഈ മൈക്രോസോഫ്റ്റ് ബിങ് ചാറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ലൈക്ക് ChatGPT എന്നുള്ളതാണ്. അപ്പം ആദ്യം വന്നത് ആരാണോ അതിനൊരു എന്തുണ്ടാവും ആ സംഭവം ഉണ്ടാവും. അപ്പോൾ അതന്നെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഈ ബീങ്ങിൻ്റെ ഒരു സംഭവത്തിന് പ്രത്യേകത ഉണ്ട്. കാരണം 3 മോഡായിട്ടാണ്. അതിൽ ഒന്നാമത്തെ മോഡലിലാവുമ്പോഴാണ് നമുക്ക് ഈ ഇമേജൊക്കെ ജനറേറ്റ് ആവുന്നത്. രണ്ടാമത്തെ മോഡ്, അങ്ങനെ 3 മോഡൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ChatGPTയെ നോക്കിയിട്ട് അവരൊന്നുകൂടി അപ്ഡേഷനിലൂടെ ഒന്നുകൂടി സെറ്റപ്പാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നോക്കിയിട്ടായിരിക്കണം ബേഡ് ഇനി ഇറക്കാമെന്ന് പറയാൻ പറ്റില്ല. കാരണം ബേഡ് ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു. ഇനി ഇന്ത്യയിലേക്ക് എന്തുകൊണ്ടാണോ ഇറക്കാത്തത് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.